എന്താണ് ഈശ്വരൻ്റെ വൈഭവം ബോധ്യപ്പെടുത്താനെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. അതുകൊണ്ട് നല്ല ഈശ്വര മഹിമയെ അറിഞ്ഞവനോട് വന്ന് ഈശ്വരൻ ഉണ്ടെന്ന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ നിന്റെ നാവ് ആ ചോദ്യം ചോദിച്ചത് തന്നെ തെളിവ്. മനസ്സിലായില്ല? ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഈശ്വരൻ എന്നൊരു ശബ്ദം നാവേൽ ഉദിച്ചില്ലേ, അത് തന്നെ തെളിവ്. ശബ്ദം തന്നെ പ്രമാണം. മനസ്സിലായില്ലെങ്കിൽ പോയിരുന്ന് ആലോചിച്ചു, നീ പൊക്കോ, നിന്നോട് തർക്കിക്കാനൊന്നും എനിക്ക് നേരെയില്ല. നീ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നൊരു ശബ്ദമുണ്ട്. മനസ്സിലായില്ല? ശബ്ദമുണ്ടെങ്കിൽ എല്ലാ ശബ്ദത്തിനും രൂപമുണ്ട്. പാറ്റേൺ ഇല്ലാതെ ഒരു ശബ്ദവുമില്ല. കുറച്ച് അരക്കപ്പൊടി ഒരു കുഴലിൽ വാരിയിട്ടിട്ട് ആ ശബ്ദം നീ ആ കുഴലിലൂടെ മുഴക്കിയാൽ ഒരു പാറ്റേൺ ഉണ്ടാവും. അത് തന്നെ ഈശ്വരൻ. എല്ലാ ശബ്ദത്തിനും രൂപമുണ്ട്. എല്ലാ രൂപത്തിനും ശബ്ദവുമുണ്ട്. മനസ്സിലായില്ല? എല്ലാ ശബ്ദങ്ങളുടെയും ആകരം. മനസ്സിലാകുന്നില്ലെന്നാവുന്നു, പിടികിട്ടുന്നില്ല. അങ്ങനെയുള്ളത് ചോദിക്കണം. ഈശ്വരൻ എന്ന് ശബ്ദിച്ചിട്ടാണ് ഇതുണ്ടോയെന്ന് ചോദിച്ചത്. മനസ്സിലായില്ല? അപ്പോൾ ഒരു ശബ്ദവൃത്തിയുണ്ട്. ശബ്ദമുണ്ടെങ്കിൽ അതിനാധാരമുണ്ട്. ശബ്ദം എവിടെ നിന്നുണ്ടായി? ആകാശത്തിൽ നിന്നുണ്ടായി. അതിൻ്റെ ആധാരം എന്താണ്? ആധാരമില്ലാതെ ആധേയങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാത്തിൻ്റെയും ആധാരമേതോ അത് ആധാരിതമായിരിക്കുന്ന അത് ഈശ്വരനായിരിക്കും. ക്ലിയറായി? നീയുണ്ട്, നിനക്കൊരാധാരം വേണം. ആധേയങ്ങളായവയെ മുഴുവൻ ഉൾക്കൊള്ളുന്നത്. ആകാശത്തിന് ആധാരമായത് അക്ഷരം, ബ്രഹ്മപരമം. അതുകൊണ്ട് അക്ഷരം തന്നെ ഈശ്വരൻ, ബോധം തന്നെ ഈശ്വരൻ. ഈ ശ്രുതി പ്രകാരം സർവജഗത്തും ഭൂതവും വർത്തമാനവും ഭവിഷ്യവും എല്ലാം പുരുഷൻ തന്നെ. ശ്രുതി തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുരുഷ ഏവേദം സർവകം. അഭേദ നിർദ്ദേശം കൊണ്ട് പുരുഷ മഹിമ എങ്ങനെ പറയും? ഷഷ്ടിയാൽ. ബാക്കി നമുക്ക് ഈശ്വര മഹിമ തന്നെയാണ് സമ്പൂർണ്ണ ജഗത്ത്. അതുകൊണ്ട് വർത്തമാനം, ഭൂതം, ഭാവി എല്ലാം പുരുഷൻ. ശ്രുതി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, പുരുഷ ഏവേദകം സർവം എന്ന അഭേദ നിർദ്ദേശമുണ്ട്. പുരുഷമഹിമ എങ്ങനെ പറയും? ഷഷ്ടിയാൽ ഭേദനിർദ്ദേശമാണ്. ഈ ശങ്കയ്ക്ക് സമാധാനം ശ്രുതി തരുന്നുണ്ട്. സർവം കൽവിതം ബ്രഹ്മ തജ്ജലാനീതി ശാന്ത ഉപാസീത. സർവം എല്ലാം ബ്രഹ്മമാകുന്നു. ഇദം സർവം ബ്രഹ്മം ഖലു. അതെങ്ങനെ? തജ്ജ, തല്ല്, തദൻ. തദ് ജ, അതിൽ നിന്നുണ്ടായി. തല്ല്, അതിൽ ലയിച്ചു, അതിൽ നിലകൊണ്ടു. തദൻ, അതിൽ ലയിച്ചു. ഏതൊന്നിലുണ്ടായി, ഏതൊന്നിൽ നിലനിന്ന്, ഏതൊന്നിൽ വിലയം പ്രാപിക്കുവോ അത് ബ്രഹ്മം. ബ്രഹ്മത്തിൽ നിന്ന് ഉൽപ്പന്നവും
ബ്രഹ്മത്തിൽ നിലകൊള്ളുന്നതും ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നതും. അതുകൊണ്ടിത് ഐശ്വര്യമാകുന്നു, മഹത്താകുന്നു, ഒന്നും നിന്ദ്യമല്ല. ഏതിനെയെങ്കിലും നിന്ദിച്ചു എന്ന് വന്നാൽ സർവവ്യാപകമായതിനെ നിന്ദിച്ചു എന്ന് വരും. അതുകൊണ്ട് നിന്ദ വരുന്നതെല്ലാം അജ്ഞാനത്താലാണ്, അറിവിലല്ല. ആപേക്ഷികതയിലും ധർമ്മകാര്യത്തിലും സ്മാർത്ഥമായി ഭേദമുണ്ടാവും. പന്നി മലത്ത ഭക്ഷിക്കുന്നു, അതതിൻ്റെ ധർമ്മമാണ്. അതിൻ്റെ അധികാരത്തെ മാറ്റി നീ എന്താ ഇത് തിന്നുന്നത്, നിനക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞാൽ തെറ്റ് പന്നിയുടേതല്ല, ധർമ്മത്തെ മാറ്റിമറിക്കുന്നവൻ്റെയാണ്. അതിൻ്റെ ധർമ്മമാണ്. അജ്ഞാനം വരുമ്പോൾ വാസന അതിനനുഗുണമായതിനെ കണ്ടെത്തും. അത് ശരിയല്ല എന്ന് ആന്തരികമായി ബോധിക്കുന്നതുവരെ തുടരും. അതിനനുസരിച്ചുള്ള ദുഃഖങ്ങളും സുഖങ്ങളും ഉണ്ടാവും. അത്രയേ ഉണ്ടാവുള്ളൂ. വിവേചനാബുദ്ധി മാത്രമേ കൊടുക്കാവൂ. വിവേചനാബുദ്ധി നമ്മുടെ കയ്യിലിരുന്ന് അന്യൻ്റെ കരചരണങ്ങളെ തിരുത്താനാവില്ല. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അച്ഛനമ്മമാർ, ആചാര്യവര്യന്മാർ, ആക്ടിവിസ്റ്റുകളെല്ലാം ബുദ്ധിയെ തങ്ങളിൽ നിലനിർത്തി അന്യൻ്റെ കർമ്മങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്നവരാണ്. ശ്രമിക്കും തോറും വഷളാവും. വിവേചനാബുദ്ധിക്ക് പറഞ്ഞു കൊടുക്കാം, സ്വാതന്ത്ര്യം തന്നാൽ അല്പം ശകാരിക്കാം, ഇല്ലെങ്കിൽ അവൻ അതിലെ സഞ്ചരിക്കേണ്ട. മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഭേദബുദ്ധികൾ കൂടും. ഭേദബുദ്ധികളെ ഉണ്ടാക്കരുത്. ശാസ്ത്ര നിയമമാണ്. അതുകൊണ്ട് ഭേദനിർദ്ദേശമാണ് ഷഷ്ടി. ആ ശങ്കയ്ക്ക് സമാധാനമാണ് സർവം ഖൽവിദം ബ്രഹ്മ തജ്ജലാൻ. അത് പരമവചനമാണ്. ജഗത്ത് തജ്ജ തല്ല് തദൻ, ബ്രഹ്മത്തിൽ ഉൽപ്പന്നവും ബ്രഹ്മത്തിൽ നിലകൊള്ളുന്നതും ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നതുമാണ്. തദ് അനന്യത്വമാരംഭണ ശബ്ദാദിഭി, തദ് അനന്യത്വമാരംഭണ ശബ്ദാദിഭ്യ എന്ന ന്യായമനുസരിച്ച് ബ്രഹ്മോപാദാനകമാകയാൽ അനന്യത്വം, അതിൽ നിന്ന് വേറെയല്ല എന്നുള്ള തോന്നൽ. അതുകൊണ്ട് സർവം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാകും. ഈ അഭേദ നിർദ്ദേശം ജന്യ ജനകഭാവത്തെ ആസ്പദമാക്കി ഭേദനിർദ്ദേശം. അപ്പോൾ ഭേദം വരുന്നത് അവിടെയാണ്. ജന്യജനക ഭാവം, ജനകൻ തന്നെയാണ് ജന്യം, എന്നാൽ ജന്യം വേറിട്ടുണ്ട്. അപ്പോൾ ഭേദവും അഭേദവും ഈ രീതി പഠിക്കണം. അങ്ങനെയുള്ളതാണ് അങ്ങയുടെ ഈ മഹിമാവ്. അങ്ങയുടെ മഹിമാവ് ബോധ്യായി.
അതോ പാരം തേ അപരം? മഹിംനാ പാരം തേ പാരം എന്നല്ലേ കിടക്കുന്നത് അല്ലേ? പാരം തേ അപരം. സമസ്ത വിശ്വവും പരമേശ്വര മഹിമയാണ്, അല്ലാതെ വിശ്വമില്ല. അതിൻ്റെ സീമ, അതിൻ്റെ അതിര് ത്രിപാദ ബ്രഹ്മമാണ്. അതിലൊക്കെ ബ്രഹ്മവേത്താക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് അപര എന്നാൽ പരഹീനമാണ്. പരമേശ്വര മഹിമയാണ് സമസ്ത വിശ്വവും, ബ്രഹ്മാണ്ടം മുഴുവൻ. അത് ത്രിപാദ ബ്രഹ്മമാണ്. അതാണ് ധർമ്മം പറയുമ്പോൾ ഭഗവാൻ 4 പാദങ്ങളിൽ എന്ന് പറയും. അത് ഭഗവാന്റെ മഹിമയാണ് ധർമ്മം. അതിൽ 3 പാദം കൊണ്ടാണ് അതിൻ്റെ സീമ അളക്കുന്നത്. അതിനു മുമ്പിൽ ആനന്ദം. അപരം പദച്ഛേദം ചെയ്താൽ ഈ അർത്ഥം കിട്ടും. എന്തുകൊണ്ടെന്നാൽ ശ്രുതി അതിനെ പരം എന്നു പറയുന്നു. പരം അപരം. അവ്യക്താത് പുരുഷപര പുരുഷാൻ അപരം കിഞ്ചിത്. പുരുഷനേക്കാൾ മുകളിൽ ഒന്നുമില്ല എന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ട്. പുരുഷൻ എന്നതിനപ്പുറം ഒന്നുമില്ല. അവ്യക്താത് പുരുഷഃ പരഃ. അവ്യക്തത്തെക്കാൾ ശ്രേഷ്ഠമായത്, പരമായത് പുരുഷനാണ്. പുരുഷനേക്കാൾ ന പരം കിഞ്ചിത്. അതിനേക്കാൾ കൂടി വേറൊന്നുമില്ല. ഇപ്പോൾ ശ്രുതി പരമെന്ന് പറയുന്നത് പുരുഷൻ, അപരമെന്ന് പറയുന്നത് ത്രിപാദവിശിഷ്ടമായ ജഗത്, ബ്രഹ്മാണ്ടം. ദ്വേ വിദ്യേ വേദിതവ്യേ ഇതിഹസ്മയത് വേദവിദോ വദന്തി പരാ ചൈവ അപരാച എന്ന് മുണ്ടകം. അവിടെ ഇത് പറയും. അപ്പോൾ ഈ ശ്രുതി കൊണ്ട് പരഹീന എന്നർത്ഥം കിട്ടും. ഭൂതഭവ്യാദികളായി ഏതുണ്ടോ അതെല്ലാം പുരുഷന്റെ മഹിമയാണ്. ഏകാക്ഷരമായ ഓംകാരമാണ് പുരുഷൻ. ഓം ഇത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യത് ഇതി സർവം ഓംകാരയേവ യച്ച അന്യത്രികാലാതീതം തദപ്യോംകാരയേവ. ത്രിപാദസ്ഥിതവും ത്രികാലികവുമായ പ്രണവം, അതാണ് ബ്രഹ്മാണ്ടം. അത് അപര ബ്രഹ്മമാണ്. ഏകമായ പുരുഷൻ അത് പരബ്രഹ്മവുമാണ്. അതുകൊണ്ട് ഓം എന്നതുകൊണ്ട് സകലതുമായി. അതുപോലെ ഇത് പറയുന്നത്. എന്നാൽ പുരുഷൻ അതിലും അധികമാണ്. സമസ്ത ഭൂതങ്ങളും ഈ പുരുഷന്റെ ഒരു പാദമാണ്. ജാഗ്രതയിൽ കാണുന്ന സമസ്ത ഭൂതങ്ങളും ഒരു പാദമേ ഉള്ളൂ. ഭൂതലം എന്ന് പറയുന്നത് ഒരു പാദമാണ്. ഒരു പാദത്തെ അറിഞ്ഞാൽ ആ ഒരു പാദത്തിന് കീഴിൽ
ബുദ്ധി എത്തിയാൽ ഈ ജഗത്ത് മുഴുവൻ അറിഞ്ഞു. അങ്ങനൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു പാദം തലയിലൊന്ന് വെച്ച് കിട്ടിയാൽ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ അറിഞ്ഞു. രണ്ടാമത്തെ പാദം കൊണ്ട് ബാക്കി ലോകങ്ങളുമായി. ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം. മൂന്ന് ലോകങ്ങളുമായി. മൂന്ന് ലോകങ്ങളും ഒരു നിമിഷാർത്ഥം കൊണ്ട് അനുഭവിച്ചു. അതുകൊണ്ട് ആ മൂന്ന് പാദങ്ങളും പുരുഷന്റെ പാദമാണ്. അതിന് പാത്രമായ ത്രിപാദം അത് സ്വയം പ്രകാശമാണ്. ത്രിപാദസ്യാമൃതം ദിവി. ദിവ്യപദം കൊണ്ട് സ്വയം പ്രകാശത എന്നെടുക്കണം. ദിവി എന്ന് പറഞ്ഞാൽ പ്രകാശം. പരതരണം അവിടെ പ്രാപ്തമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം മൂന്ന് പാദങ്ങൾ. ദ്വേ വിദ്യേ വേദിതവ്യേ ഇതിഹസ്മയത് വേദവിദോ വദന്തി പരാചൈവ അപരാച. തത്ര അപര ഋഗ്വേദോ യജുർവേദഃ സാമവേദോ അഥർവവേദഃ ശിക്ഷ വ്യാകരണം കൽപ്പം നിരുക്തം ഛന്ദസ് ജ്യോതിഷം ഇതി. ഇതെല്ലാമാണ് ആ അപരാവിദ്യ. പരാ യദക്ഷരമധിഗമ്യതേ. ഏതൊന്നുകൊണ്ട് നാശമില്ലാത്തതിനെ അറിയുമോ, സ്വയം പ്രകാശമായതിനെ അറിയുമോ, ബ്രഹ്മത്തെ അറിയുമോ, അതാണ് അറിയേണ്ടത്. ഇനി പരം അവിദുഷോ, അങ്ങനെയല്ലേ? പരം അവിദുഷോ, പരമവിദുഷോ. അവിദുഷോ സ്വയം പ്രകാശമാകയാൽ ത്രിപാദബ്രഹ്മം ജ്ഞേയം. ജ്ഞാനത്തിന് വിഷയം അല്ല, ജ്ഞേയം അല്ല. സ്വയം പ്രകാശിക്കുന്ന ഒന്നിനെ മറ്റൊന്നിന് പ്രകാശിപ്പിക്കാനാവില്ല, അതുകൊണ്ട് അറിയാനാവില്ല. ഇന്ന് ബ്രഹ്മസ്ഥിതിയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് എല്ലാവരും പറയുന്നത്. അത് സ്വയം പ്രകാശമാകയാൽ ജ്ഞാനത്തിന് വിഷയമല്ല. ആ പരമാത്മാവ് ജ്ഞേയമല്ല. പരം അവിദുഷോ, ജ്ഞാനത്തിന് വിഷയമല്ല, ജ്ഞേയമല്ല. അതിൻ്റെ ജ്ഞാനം ആർക്ക് ഫലത്തിൽ അജ്ഞാനം ഇല്ലാതാക്കും, അതിനെ ആർക്കാണ് ജ്ഞാതമാക്കാൻ കഴിയുക? അതുകൊണ്ട് സ്തുതി ചെയ്താലും എൻ്റെ സ്തുതി അജ്ഞാനത്തിലാണ്, ജ്ഞാനത്തിലല്ല. അങ്ങയുടെ മഹിമാവിനെ, അങ്ങയുടെ പ്രകാശത്തെ, അത് സ്വയം പ്രകാശമാകയാൽ എനിക്കറിയാനാവില്ല. ആ മഹിമാവിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിൽ നിലകൊണ്ടുകൊണ്ട് സ്തുതി ചെയ്യുന്നു. അസദൃശ്യത സർവസമാനമാണ്.
എനിക്ക് മാത്രമല്ല, ബ്രഹ്മാദികളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. ഞാൻ മാത്രം അജ്ഞാനത്തിൽ സ്തുതി ചെയ്യുന്നു എന്നോർത്ത് എനിക്ക് പരിഭവമൊന്നുമില്ല. കാരണം ബ്രഹ്മാദികൾക്ക് പോലും അങ്ങയുടെ മഹിമ അറിയില്ല. അതുകൊണ്ട് അവരുടെ സ്തുതിയും അങ്ങയിലെത്തുന്നില്ല. അപ്പം മഹിമാശബ്ദത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം മഹിംന, മഹീയമാന, അതിശ്രേഷ്ഠ രൂപം. ശ്രുതിയിൽ വർണ്ണന വരുന്നത് മഹിമ നിത്യം എന്നാണ്. കർമ്മങ്ങൾ കൊണ്ട് ഖണ്ഡിതമാവാത്തത്, വളരാത്തത് ബ്രഹ്മം പാരമാർത്ഥിക സ്വരൂപം തന്നെ. അതിനെ ഞാൻ അറിയുന്നില്ല. ഞാൻ അറിയുന്നതൊക്കെ പരിണാമിയായതിനെയാണ്. പരിണമിക്കുന്ന അങ്ങയുടെ ഐശ്വര്യം തന്നെ മഹിമയാണ്. അതുപോലും പൂർണ്ണമായി അറിയാൻ കഴിയില്ല. അവിദുഷ, ആ പരബ്രഹ്മസ്വരൂപം, മഹിമയുടെ പൂർണ്ണഭാവരൂപം കടക്കുന്നതിന് അജ്ഞാനം പൂർവോക്ത രീതിയിൽ ബ്രഹ്മാദികളിലും എന്നിലും സമാനമാണ്. ഞാൻ മാത്രമല്ല, ബ്രഹ്മാദികളും ഈ അജ്ഞാനത്തിലാണ്. ഞങ്ങൾ തുല്യരാണ്. ബ്രഹ്മാദികൾക്ക് പോലും അങ്ങയുടെ മഹിമാവ് തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, മുഴുവൻ അളക്കാൻ കഴിഞ്ഞിട്ടില്ല. അപരിച്ഛിന്നമായ അത് പരിച്ഛിന്ന ബുദ്ധി കൊണ്ട് ജ്ഞേയമല്ല. ചെറിയ പാത്രത്തിൽ വലുതിനെ മുഴുവൻ അളക്കാനാവില്ല. അതുകൊണ്ട് ഇത് അളവിന് വിധേയമല്ല, അവിദുഷമാണ്. അതുകൊണ്ട് അപരിച്ഛിന്നമായ അതിനെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല, ബ്രഹ്മാദികൾക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് ജ്ഞാനസ്വരൂപമാണ്. സ്വപ്രകാശരൂപമായ ജ്ഞാനത്തിൽ പരപ്രകാശിതാരൂപി ജ്ഞേയത അസംഭാവ്യമാണ്. സ്വയം പ്രകാശരൂപത്തിലിരിക്കുന്ന അതിനെ മറ്റൊരു പ്രകാശത്തിൻ്റെ തണലിൽ പ്രകാശിക്കുന്നതുകൊണ്ട് അളക്കാനാവില്ല. അങ്ങയുടെ പ്രകാശം കൊണ്ടാണ് ഞാൻ പ്രകാശിക്കുന്നത്, എൻ്റെ ബുദ്ധി പ്രകാശിക്കുന്നത്. അങ്ങയുടെ ബുദ്ധ്യംശം കൊണ്ട് പ്രകാശിക്കുന്ന എൻ്റെ ബുദ്ധി കൊണ്ട് അങ്ങയെ പൂർണ്ണമായി അളക്കുക സാധ്യമല്ല. ഇതാണ് സ്തുതി. മഹിമാ ശബ്ദത്തിൻ്റെ ഭൂതഭവ്യാദി ജഗത്ത് എന്ന അർത്ഥം കൊണ്ട് ദ്വിതീയ ശ്ലോകത്തിൻ്റെ സംഗതിയല്ല. അവിടെ മഹിമയെ വാണി അഥവാ മനസ്സിൻ്റെ അവിഷയം എന്ന് പറയുന്നു. ഇനി അതിൻ്റെ രണ്ടാമത്തെ തലമാണ്. മഹിമാ ശബ്ദത്തിൻ്റെ ഭൂതം, ഭവ്യം തുടങ്ങിയ ജഗത് എന്ന അർത്ഥം കൊണ്ട് ദ്വിതീയ ശ്ലോകത്തിൻ്റെ സംഗതി നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്ന, അവിടെ മഹിമയെ വാണി അഥവാ മനസ്സിൻ്റെ അവിഷയം എന്ന് പറയുന്നു. ആദ്യത്തതിൽ വാക്കിൻ്റെ തലങ്ങളിൽ എനിക്കവിടെ എത്താൻ പറ്റില്ല, അങ്ങയുടെ മഹിമയെ എനിക്ക് അളക്കാൻ പറ്റില്ല, ബ്രഹ്മാദികൾക്കും അളക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഈ സ്തുതിയെ ചെയ്യുന്നത്? അതിനുത്തരം വളരെ ശക്തമായി പറയുന്നത്, ഞാൻ ഈ സ്തുതിയെ ചെയ്യുന്നത് എൻ്റെ ബുദ്ധിയെ അങ്ങയിൽ നിർത്തുന്നതിനാണ്, അങ്ങയെ സ്തുതിച്ച് എൻ്റെ ബുദ്ധിയെ മഹതീകരിക്കുന്നതിനാണ്. അല്ലാതെ ഞാൻ സ്തുതിച്ച് അങ്ങയെ മഹത്വത്തിലെത്തിക്കാനല്ല. ഇത് വളരെ പുഷ്പതന്ത്രൻ്റെ വളരെ ക്ലിയറായിട്ടുള്ള അഭിപ്രായമാണ്. ഇങ്ങനെ സ്തുതി കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. സ്തുതിക്കുന്നവൻ ആദ്യം തന്നെ വളരെ ചെറുതാകുന്ന, ഇത് വളരെ ഉറപ്പിച്ചാണ്. അപ്പോൾ അവിടെ മഹിമയെ വാണി അഥവാ മനസ്സിൻ്റെ
അവിഷയമെന്നാണ് പറയുന്നത്. ജഗദ്രൂപീ മഹിമ മനസ്സിൻ്റെയും വാണിയുടെയും വിഷയമാണ്. ജഗത്തും അനന്തമാകയാൽ വാണിക്കും മനസ്സിനും അതും ഒരു നിലയിൽ അവിഷയം. മനസ്സും പരിമിതമാണ്, വാണിയും പരിമിതമാണ്. അനന്തമായ ജഗത്തിനെ പോലും വാഴ്ത്താനാവില്ല. അത് മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടാമത്തെ കാര്യം, എപ്പോൾ ശ്രുതിയിൽ തന്നെ ഏതാവാനസ്യ മഹിമ യേശ നിത്യോ മഹിമ ഇപ്രകാരം രണ്ടർത്ഥത്തിലും പ്രയോഗിച്ചിട്ടുണ്ട്. നിത്യമാണ് ഈ മഹിമയെന്ന്. അപ്പോൾ പ്രഥമ ശ്ലോകത്തിൽ മഹിമാപദത്തിൻ്റെ അർത്ഥവും രണ്ടാമത്തെ ശ്ലോകത്തിൽ മറ്റൊരർത്ഥവുമാണ്. അതുകൊണ്ട് മഹിമ രണ്ടാണെന്ന് അവിടെയും ഓർത്തോണം. അതും കൂടെ ചേർത്ത് ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ മഹിമയറിയാതെ മഹിമയെ വർണ്ണിക്കുന്നത് സ്തുതിക്കു പകരം നിന്ദയാവില്ലേ? അതിന് ഉത്തരം പറയാം. ആനയുടെ വലിപ്പം പറയാൻ കൊച്ചുകുട്ടികൾ വായു വലിക്കും. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. അകത്തേക്ക് ശ്വാസം നല്ലോണം എടുക്കും. എന്നിട്ട് ഈ വയറ് വീർപ്പിക്കും. ഇത്രയുണ്ടെന്ന് പറയും. കണ്ടിട്ടില്ല? അങ്ങനെയാണെന്ന് തോന്നുന്നു ആനയെ കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഇത്രയും വലുതാന്ന് പറയും. ആ വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കും. എന്നിട്ട് അത് തടവിക്കൊണ്ടാണ് പറയുക. ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. ആനയെ കണ്ടിട്ട് വന്ന് എത്ര വലുതാണെന്ന് പറയാൻ നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പണിയാണോ? അല്ല. നല്ലപോലെ ശ്വാസം വലിച്ച് വയറൊക്കെ അങ്ങ് വീർപ്പിക്കും. എന്നിട്ട് ഇത്രയും വലുതാന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ചിത്രയും വലുതാണോ എന്ന് ചോദിക്കുന്ന പോലെ. അതുകൊണ്ട് വൃത്തികൾ അനന്തരൂപത്തിൻ്റെ ഗ്രഹണത്തിന് കഴിവില്ലാത്തതാണ്. ഇതൊക്കെ കാണിച്ചാലും ആ അനന്തം കാണാൻ കഴിയാത്തതാണ്. പരിച്ഛിന്നമാകയാൽ തുച്ഛമാണ്. അതിനെ അനന്തമാകയാൽ വിഷയീകൃതമായ അർത്ഥം കൊണ്ട് എങ്ങനെ സ്തുതിക്കും? സ്തുതി നിന്ദയാവില്ലേ? അനന്ത ഭഗവാന്റെ അനന്ത ഗുണങ്ങളുടെ ഗണന എങ്ങനെ ആർ ചെയ്യും? നമ്മുടെ ഭൂമിയിലുള്ള പൊടിയുടെ എണ്ണം ഒന്ന് എണ്ണിയെടുക്കാൻ ഈ മുറിക്കകത്തിപ്പോൾ തങ്ങി നിൽക്കുന്ന പൊടിയുടെ എണ്ണം ഒന്ന് എണ്ണി തീർക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ അനന്ത മഹിമ മുഴുവൻ എങ്ങനെ എണ്ണിത്തീർക്കും? അപ്പോൾ ഭഗവൻ മഹിമയുടെ കാര്യമോ യോവ അനന്തസ്യ ഗുണാൻ അനന്താൻ അനുക്രമിഷ്യൻ സനു ബാലബുദ്ധി എന്നാണ് പറയുക. എന്നിങ്ങനെ പറയും. ബാലബുദ്ധി കൊണ്ട് ഇത് അളക്കാം എന്ന് ചിലപ്പോൾ വിചാരിക്കും. അങ്ങനെ തൻ്റെ ബുദ്ധിയുടെ പരിഭാഗാനുസാരം ശിവസ്തുതി ചെയ്യുന്ന എല്ലാവരെയും പോലെ എൻ്റെ സ്തുതിയും വ്യത്യസ്തമല്ല എന്നാ പുഷ്പബന്ധം പറഞ്ഞു. ബ്രഹ്മാദികളും ഞാനും ശിവസ്തുതി ചെയ്യുന്ന ഇതരന്മാരും മഹിമയറിയാതെ ബാലപ്രമാണത്തിൽ യോവ അനന്തസ്യ ഗുണാൻ അനന്താൻ അനുക്രമിഷ്യൻ സനു ബാലബുദ്ധ്യ. ബാലബുദ്ധി കൊണ്ട് ഇതിനെയൊക്കെ അതിക്രമിക്കുമെന്ന മട്ടിൽ പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഈ സ്തുതി ചെയ്തിരിക്കുന്നത്. എൻ്റെ സ്തുതിയും ഇതിന് അപവാദമല്ല, വ്യത്യസ്തമല്ല, മഹിമയെ അറിഞ്ഞതല്ല എന്ന് വ്യക്തമായി പറയുകയാണ്. ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ വീണാൽ അതിനവലംബനം ഭൂമി തന്നെയാണല്ലോ, അല്ലേ? പോകുന്ന വഴിക്ക് വീണു, താങ്ങി നിർത്തുന്നതാരാ? ഭൂമി തന്നെയാണ്. ഭൂമിയിൽ വീണ് ഭൂമി താങ്ങി നിർത്തുന്നത് പോലെ ശിവനെ സ്തുതിച്ച് ശിവൻ തന്നെ താങ്ങിക്കൊള്ളട്ടെ. വീട്ടില്ല. അങ്ങനെ ബാലബുദ്ധിയാ ഞാൻ ചെയ്യാണ്. അതുകൊണ്ട് ഭഗവാന്റെ പ്രതി അപരാധമുണ്ടായാൽ ഭഗവാൻ തന്നെയാണല്ലോ ശരണം.
അതിനപ്പുറം വേറെ ശരണമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ അറിവ് ഉള്ളിടത്തോളം വെച്ച് ഞാൻ അങ്ങയെ സ്തുതിക്കുകയാണ്. അതുപോലെ അപരാധസഹിതം എൻ്റെ സ്തുതിയെ സ്വയം സംശോധിച്ച് അവിടുന്ന് അംഗീകരിക്കണമേ. അംഗീകരിച്ചാലും അങ്ങനെ എൻ്റെ യത്നം സഫലമാവണം. സ്വമതി പരിണാമാവധിഗൃണൻ. എൻ്റെ ബുദ്ധി, എൻ്റെ മതി, ആ ശബ്ദം കൊണ്ട് സ്വമതി പരിണാമാവധിഗൃണൻ, സ്വയം അവധിശൂന്യനെന്ന് വിശേഷിപ്പിക്കുകയാണ്. പുഷ്പദന്തൻ തന്നെ സ്വമതി പരിണാമാവധിഗൃണൻ, സ്വയം അവധിശൂന്യനെന്ന് ധരിപ്പിച്ചു. ഗഗനസമാനം വ്യാപകമായ ധ്വനിതസ്തുതി ചെയ്ത് ഭഗവാൻ നിരവധിയാണ്, ഞാനോ അവധിയാണ്, തടസ്സമില്ലാത്തതാണ്. യാതൊരു തടസ്സവുമില്ലാത്ത നിരവധിയായ അവിടുന്ന്. അങ്ങനെയുള്ള ആ അങ്ങയെ സ്വയം താൻ അവധിശൂന്യനായി വ്യാപകധ്വനിത സ്തുതി ചെയ്ത് സ്വമത പരിണാമാവധിയിൽ സ്ഥിതമായ സ്തുത്യസ്വരൂപ പരമേശ്വരൻ്റെ സ്വരൂപം അതും ഇവിടെ ധ്വനിതമാണ്. അതും ആ സ്തുതിയിൽ ധ്വനിതമാണ്. അന്യഥ അങ്ങനെ അല്ലെങ്കിൽ വേറൊരു വഴിയിൽ സാവധി സ്തുതി പരമേശ്വര വിഷയകം തന്നെയല്ല, നിരവധി സ്തുതിയാണ് പരമേശ്വര വിഷയകം. ഗീതയിലും കൂടി ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അർജുനനോട്. അങ്ങനെ സ്തുതിക്കാം, നീ വിഷമിക്കണ്ട എന്ന് ഭഗവാന്റെ അരുളപ്പാടുണ്ട്. അപ്പോൾ സ്മൃതി കൂട്ടിനുണ്ട്. പുഷ്പദന്തന് പറയാം, നീ എങ്ങനെ എന്നെ ഭജിച്ചാലും അങ്ങനെ തന്നെ നിനക്ക് ഞാൻ പ്രത്യക്ഷമാകുന്നതാണ്. എങ്ങനെ യജിച്ചാലും ശ്രദ്ധയ്ക്ക് മാത്രം അവിടെ പ്രാധാന്യം. ഏത് രീതിയിൽ എന്നെ സ്തുതിക്കുന്നുവോ ആ രീതിയിൽ അവന് ഞാൻ പ്രത്യക്ഷമാവും. നിഷ്കളങ്കമായ ഒരു ഭാവത്തോടുകൂടി ഭഗവാനെ വിഷയരൂപേണ സ്തുതിക്കുന്നവർക്കാണ് വിഷയ സാമ്രാജ്യമെല്ലാം കൈവരുന്നത്. അവരും ഭക്തന്മാർ തന്നെയാണ്. വിഷയങ്ങളും ആത്മജ്ഞാനവും ഒന്നും ലഭിക്കാതിരിക്കുന്നത് ഭഗവാനെയും ഭഗവത് ഐശ്വര്യങ്ങളെയും നിരന്തരമായി നിന്ദിക്കുന്നവർക്ക് തന്നെയാണ്. നിരീശ്വരവാദികളുമൊക്കെ ഭഗവത് ഐശ്വര്യത്തെ സ്തുതിക്കുന്നുണ്ട്. മനസ്സിലായില്ല? നിരീശ്വരവാദികൾ ഈ ജഗത്തിനെ സ്തുതിക്കുന്നുണ്ട്. ഇതുള്ളതാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ഈശ്വരനെ അവർ കാണുന്നില്ല, ഇല്ലെന്നേ പറയുന്നുള്ളൂ. ഈശ്വര സൃഷ്ടമായ ജഗത്തില്ല എന്ന് പറയുന്നില്ല. ജഗത്തിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഈശ്വരനെയും ജഗത്തിനെയും നിന്ദിക്കുന്നത് ഈശ്വരവാദികളാണ്. ശരിയല്ല? ഏറ്റവും കൂടുതൽ അസൂയയും കുശുമ്പും പരദൂഷണവും. ഒരു അരമണിക്കൂർ തമ്മിലിരുന്ന് നോക്കും. മറ്റവൻ ഒറ്റയടിക്ക് പറഞ്ഞു, ഈ കാണായ ജഗത്ത് എനിക്കുണ്ട്, മറ്റതെനിക്ക് അറിയില്ല. അത് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട.
അവൻ പരദൂഷണത്തിനും കുശുമ്പിനൊന്നുമില്ല. ശരിയല്ല. അവനുണ്ടോയെന്നറിയാത്തത് കൊണ്ട് ഭയമുണ്ട്. ശാസ്ത്രങ്ങൾ ഉദ്ധരിച്ച് ജഗത്തില്ല എന്ന് പഠിച്ചു. ശരിയല്ല. ഈശ്വരനില്ല എന്നുള്ള ബോധം നേരത്തെ കിടക്കുന്നു. രണ്ടും ചേർന്ന് ജഗത്തും ഇല്ല ഈശ്വരനും ഇല്ലാതെ തോന്നിയവാസം ജീവിക്കുന്നത് ഈശ്വരവാദിയാണ്. ഞാനതുകൊണ്ട് അപകടം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആകെപ്പാടെ എന്നെ വല്ലാതെ നോക്കുന്നു. ഞാൻ അപകടമാണോ പറഞ്ഞേ? ശരിയല്ലേ? അങ്ങനെ ചിന്തിച്ചാലേ ശരിയുള്ളൂ. അങ്ങനെയല്ലേ? പ്രായോഗികമായിട്ട് അങ്ങനെയല്ലേ? ജഗത്തിനെ പൃഥക്കരിച്ച് അതില്ല എന്ന് പഠിച്ചു. ഈശ്വരനുണ്ട്, എന്നാൽ അതിനനുസരിച്ചുള്ള മര്യാദയിൽ ജീവിക്കാനുള്ള ധർമ്മകാര്യങ്ങളിൽ താല്പര്യമില്ല. ജഗത്തിനെ ശാസ്ത്രങ്ങൾ ഉദ്ധരിച്ച് നിഷേധിച്ചു. ഈശ്വരനെ ജന്മനാ നിഷേധിച്ചത് കിടക്കുന്നു. മനസ്സിലായില്ല? അപ്പോൾ ഈശ്വരനും ഇല്ല ജഗത്തും ഇല്ലാത്ത തോന്നിവാസ ജീവിതം ശരി പോലെ ഉണ്ടോ? അങ്ങനെ ജീവിക്കുന്നവനൊരു പേരും ഹിന്ദു. നിരീശ്വരവാദികളും മറ്റുള്ളവരുമെല്ലാം ജഗത്തുണ്ട് എന്ന് പഠിച്ചു. കാണാവുന്ന ജഗത്തിനെ മര്യാദാമസൃണമായി നോക്കുന്നതിലൂടെ സൃഷ്ടമായ ജഗത്തിനെ അനുമതിയിലൂടെ നോക്കി ഈശ്വരൻ്റെ മഹിമയെ, ഈശ്വരനെ അറിഞ്ഞില്ല, മഹിമയെ ആശ്രയിച്ച് മര്യാദക്കാരായി ജീവിച്ചു. ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ശരിയല്ല. ഈ ചമൽക്കാരങ്ങളിൽ നിന്ന് ഈശ്വരനിൽ എത്തുന്നവനായിരിക്കണം സനാതനധർമ്മി. ഈശ്വരനല്ലാതെ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടണം. അതാണ് ഈ സ്തുതിയുടെ ലക്ഷ്യം. അപ്പോ യോ വാ അനന്തസ്യ ഗുണാൻ അനന്താൻ അനുക്രമിഷ്യൻ സനു ബാലബുദ്ധി. ബാലബുദ്ധിയിൽ അങ്ങയുടെ മഹിമാവിനെ അനുക്രമിച്ചതുപോലെ, അത് മണ്ടത്തരെന്ന് കരുതിയാൽ മതി. അങ്ങനെ തൻ്റെ ബുദ്ധിയുടെ പരിഭാഗാനുസാരം ശിവസ്തുതി ചെയ്യുന്ന എല്ലാവരെയും, ബ്രഹ്മാദികളെ ഉൾപ്പെടെ പോലെ എൻ്റെയും സ്തുതി ഈ പരിമിതിയിലാണ്, വ്യത്യസ്തമല്ല എന്ന് പുഷ്പദന്തൻ പറയുകയാണ്. അപ്പോൾ സാവധിസ്തുതി പരമേശ്വര വിഷയകം തന്നെയല്ല, ഗീതയിലും കൂടി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് രൂപത്തിൽ ഭജിച്ചാലും ആ രൂപത്തിൽ തന്നെ ഞാൻ ആവിർഭൂതനാകുന്നു. വളരെ വേദനയോടുകൂടി ഒരു കാര്യത്തിന് ആഗ്രഹിച്ചാൽ പരമേശ്വരാംശം ഇരിക്കുന്നത് കൊണ്ട് അത് പ്രത്യക്ഷമാവും. ഉത്കടമായ ആഗ്രഹം വേണം. ഇതര ആഗ്രഹങ്ങളെല്ലാം കെട്ടി അതിനിടയിൽ ഒരാഗ്രഹവുമായിട്ട് ആഗ്രഹിച്ചാലാവില്ല. അതിനുള്ള പുണ്യവും കൈമുതലുണ്ടാകണം. പാപം ഉണ്ടെങ്കിൽ ആ സമയത്ത് ആഗ്രഹത്തിൽ ഏകാഗ്രത ഉണ്ടാവില്ല. ആഗ്രഹങ്ങൾ നടപ്പാകുന്നതിന് ഏകാഗ്രത ഒന്ന് മാത്രമേ വേണ്ടൂ. അത് കിട്ടണമെങ്കിൽ പുണ്യം വേണം.
ലോകത്തിലെ കർമ്മരംഗമൊക്കെ വിജയിക്കുന്നത് അത്ര നിഷ്ഠയുള്ള ആഗ്രഹം കൊണ്ടാണ്. അതിനേത് വിധത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും അതെല്ലാം പ്രകൃതി തട്ടിക്കളയും. അതുകൊണ്ട് നമ്മുടെ ഒരു ആഗ്രഹം നടന്നില്ല എങ്കിൽ അതിന് തടസ്സമായി വന്നവരെ അല്ല, നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഔത്കൃഷ്ടവും നമ്മുടെ പുണ്യവുമാണ് പരിശോധനാ വിധേയമാക്കേണ്ടത്. ഞാൻ ചെയ്യാൻ ഒരുങ്ങി, ഒരുപാട് കഷ്ടപ്പെട്ടു, ചുറ്റുപാടുകൾ മുഴുവൻ എനിക്കെതിരായി എന്നല്ല കണ്ടുപിടിക്കേണ്ടത്. ഞാനൊരു കാര്യത്തിനൊരുങ്ങി, എൻ്റെ പുണ്യം പോരായിരുന്നു ആ കാര്യത്തിന്. കുറച്ചുകൂടി തപസ് അനിവാര്യമാണ്. കർമ്മത്തിന് തപസ്സേ വേണ്ടൂ, ജ്ഞാനത്തിനും തപസ്സേ വേണ്ടൂ. ആഗ്രഹം ഏകാഗ്രതാപൂർണമാകണമെങ്കിൽ തപസ്സുള്ളവൻ ആഗ്രഹിക്കണം. ഇപ്പം സങ്കല്പം ഉടനെ നടക്കും, വിരുദ്ധ സങ്കല്പങ്ങൾ തടയപ്പെടും. ഒന്ന് സങ്കല്പിക്കും, കാര്യമെടുക്കുമ്പോൾ വേറൊരു സങ്കല്പം കയറി വരും. അങ്ങനെ അവനവൻ്റെ വൈരുദ്ധ്യത്തിൽ തകർച്ചയുണ്ടാവും. അങ്ങനെ സ്വയം തകർത്തിട്ട് അന്യൻ്റെ തലയിൽ ചരും. അയാൾ സഹായിച്ചില്ല, ഇയാൾ സഹായിച്ചില്ല, അവൻ സഹായിച്ചില്ല, അവൾ സഹായിച്ചില്ല എന്നൊക്കെ പറയും. കാരണം മനുഷ്യബുദ്ധിക്ക് ആഗ്രഹങ്ങളോട് പോലും നീതി പുലർത്താനുള്ള അന്ധക്കരണ ശുദ്ധിയില്ല. ആഗ്രഹങ്ങളോടെങ്കിലും നീതി പുലർത്താനുള്ള അന്ധക്കരണ ശുദ്ധി വേണം. ഇതെൻ്റെ ആഗ്രഹമാണ്, ശരിയാണോ പറയുന്നത്? ഞാൻ പറഞ്ഞത് ശരിയാണോ? ആഗ്രഹിക്കും, അത് ഉത്കടമായി നടക്കാറാവുമ്പോൾ പലതും ഓർമ്മയിൽ കയറി വരും. അപ്പോൾ 1000 പ്രിയങ്ങളുടെ ലോകം ഓടി വരും. ആ പ്രിയങ്ങൾ പോകാതെ ആഗ്രഹം നടപ്പാക്കാൻ ശ്രമിക്കും. അപ്പോൾ ആഗ്രഹം അച്ഛൻ ഏറ്റെടുക്കണം, അമ്മ ഏറ്റെടുക്കണം, മക്കൾ ഏറ്റെടുക്കണം, ബന്ധുക്കൾ ഏറ്റെടുക്കണം, പുറത്തുള്ളവർ ഏറ്റെടുക്കണം. ആഗ്രഹം നടപ്പാക്കി തരണം. ആ സമയത്ത് പ്രകൃതി അമ്മയുടെ രൂപത്തിൽ, അച്ഛൻ്റെ രൂപത്തിൽ ഒരു സഹായത്തിന് നിൽക്കില്ല. അതിൻ്റെ കാരണം ആഗ്രഹത്തിൻ്റെ അവലംബം എവിടെയാണോ ആഗ്രഹമുണ്ടായത് അവിടെ 2 ഭാവങ്ങൾ വന്നു. വേണ്ട എന്നും വേണമെന്നും വേണ്ടണമെന്നും. അപ്പോൾ ആഗ്രഹം തകരും. ഇത് ആഗ്രഹത്തിൻ്റെ സ്വഭാവമാണ്. ആഗ്രഹിക്കാൻ പോകുന്നതിന് മുമ്പ് വിവരം ഉണ്ടാകണം. വിവരം ഉണ്ടായാലോ പിന്നെ ആഗ്രഹിക്കില്ല. അതാണ് എൻ്റെ കുഴപ്പം. ഇത് വളരെ നല്ല സമസ്യയാണ്. അപ്പം അതുകൊണ്ട് വളരെ ഇതിലാണ്. അതുകൊണ്ട് പറയുകയാണ്, ഏത് രൂപത്തിൽ ഭജിച്ചാലും ഭഗവാൻ ആ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാ രൂപവും ഭഗവാന്റെ രൂപമാണ്. ഭഗവാന് സ്വീകരിക്കാൻ വയ്യാത്ത രൂപങ്ങളൊന്നുമില്ല.
ഇനി എത്ര രൂപം എടുത്തുകൂടാ? ഭഗവാൻ തന്നെയാണ് എല്ലാമായി അവതരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദശാവതാരങ്ങൾ മാത്രമല്ല, അല്ലാതെ വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞാൽ മതി. മനസ്സിലായില്ല? ഏതെങ്കിലും ഒരെണ്ണം ചൂണ്ടിക്കാണിച്ച് ഒരാൾ പറയുകയാണ് അതാണ് ഈശ്വരനെന്ന് പറഞ്ഞാൽ ഈശ്വരനല്ലാത്തത് ഏതാണെന്നും കൂടെ ഒന്ന് പറയാൻ പറഞ്ഞു. ഈശ്വരനല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടായാൽ സർവജ്ഞത്വം, സർവവ്യാപകത്വം, സർവശക്തിത്വം മൂന്നും നഷ്ടമാവും. അതുകൊണ്ട് അറിയുമ്പോൾ ഇങ്ങനെ അറിയുക. ഇങ്ങനെ അറിഞ്ഞാൽ ശാന്തിയുണ്ട്. ഈശ്വരനല്ലാത്തത് എന്നുവരെയുണ്ടോ അന്നുവരെ അശാന്തിയുണ്ട്. അശാന്തിയുടെ വഴി ഈശ്വരനല്ലാത്തവകളുടെ അന്വേഷണവും പഠനവുമാണ്. അത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ഈശ്വര വിശ്വാസികളാണ്. എൻ്റെ പ്രിയം ഈശ്വരനാണ്, നിൻ്റെ പ്രിയം ഈശ്വരനല്ല. ഈ തോന്നൽ തന്നെ വരുന്നത് അഹന്ത കൊണ്ടാണ്. സകല ജീവിയും അന്വേഷിക്കുന്നത് ഈശ്വരനെ തന്നെയാണ്. സുഖം എന്നത് ഈശ്വര സ്വഭാവമാണ്. അതാണ് തേടുന്നത്. ആനന്ദം, അത് ആനന്ദമയ കോശത്തിൻ്റെ ഭോഗവൃത്തിയിൽ വിഷയാകാരേണ പതിക്കുകയാണ്. അതുകൊണ്ട് ഏത് രൂപത്തിൽ ഭജിച്ചാലും ഭഗവാൻ തന്നെ ആവിർഭൂതനാകുന്നു. സാകാര ശിവരൂപി ആലംബനം കൊണ്ട് സാലംബനത്തിനുള്ളിൽ നിരാലംബ പരമേശ്വരനെ യതിഗണം കാണുന്നു. ഇങ്ങനെയായി കാണുന്നത്. സാകാര ശിവരൂപമായ ആലംബനം കൊണ്ട്, സാകാരത്തെ അവലംബിച്ച് ആ സാലംബനത്തിനുള്ളിൽ, എന്തിനെ ആലംബിച്ചോ അതിനുള്ളിൽ നിരാലംബമായ പരമേശ്വരനെ യതിഗണങ്ങൾ കാണുന്നു. ഋഷിമാർ കാണുന്നത് അവിടെയാണ്. ആ മഹേശ്വരനെ ഞാൻ വന്ദിക്കുന്നു. ആലംബനം കൊണ്ട് നിരാലംബനത്തിൻ്റെ ദർശനം എങ്ങനെ? അതാ പുഷ്പദന്തൻ ചെയ്തിരിക്കുന്നത്. ദഹര പുണ്ടരീകാലംബനം കൊണ്ട് ഗഗനോപമമായ ബ്രഹ്മത്തിൻ്റെ ദർശനം ഉണ്ടാകുന്നു. ഹൃദയസ്ഥിതനായ ഈശ്വരനെ ഭജിച്ച് ആ ദഹരാകാശത്തിൽ, ദഹരപുണ്ടരീകത്തിൽ, ഇതിലെ പദമായിരിക്കും മനസ്സിലാകാൻ പ്രയാസം വരുന്നവ. പക്ഷെ ആ പദം തന്നെ തലയിൽ കയറണം. അതിനാണ് ആ പദം തന്നെ വെച്ചത്. ഹൃദയാകാശത്തിൽ. മര്യാദയ്ക്ക് ഹൃദയാകാശം എന്ന് പറഞ്ഞാൽ പോരാ. ഇത് സാധാരണ പദമാണ്. ഹൃദയാകാശത്തിൽ എന്ന് പഠിക്കുമ്പോഴും ആ ശബ്ദത്തിൻ്റെ മാധുര്യം മറ്റതിലാണ്. ആ പുണ്ടരീകത്തിൽ, അതിനെ അവലംബിച്ച്, ആ ആലംബനം കൊണ്ട് ഗഗനോപമമായ ബ്രഹ്മത്തിൻ്റെ ദർശനം, ആകാശോപമമായ ബ്രഹ്മത്തിൻ്റെ ദർശനം ഉണ്ടാകുന്നു. അതിനെ ഉപനിഷത്തുകളിൽ പറയുന്നു. ആ നിരാലംബ മഹേശ്വരനെ ഞാൻ അവലംബിക്കുന്നു, ഞാൻ ആശ്രയിക്കുന്നു. ആ പരമേശ്വരൻ സത്വപ്രധാനമായാലും, ആ പരമേശ്വരൻ സത്വാധിഷ്ഠിതനായാലും, തമപ്രധാന അവിദ്യയാലും, സത്വം തമസ് രണ്ടെണ്ണമാണ്.
സത്വപ്രധാനം കൊണ്ട് ജഗത് രൂപമാവും അഭേദകൽപ്പനയിൽ. ആ ആലംബനം കൊണ്ട് നിരാലംബനത്തിൻ്റെ ദർശനം എങ്ങനെ ഉണ്ടാകും എന്നതിനുത്തരം ദഹര പുണ്ടരീകാലംബനം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ അവലംബിച്ച് ഗഗനോപമമായ ബ്രഹ്മത്തിൻ്റെ ദർശനം, ഹൃദയത്തിൽ ചേഷ്ടിക്കുന്നത് കണ്ടറിഞ്ഞ് അതിൽ നിന്ന് വിശ്വവിശാലമായ സങ്കല്പത്തെ കാണുന്നു. അത് ഉപനിഷത്ത് പറയുന്നത് നിരാലംബ മഹേശ്വരനെ അവിടെ അവലംബിക്കുന്നു. ആ പരമേശ്വരൻ സത്വപ്രധാനമായ മായയാലും, സത്വം അധികരിക്കുമ്പോൾ മായ, അതുപോലെ തന്നെ തമസ് അധികരിക്കുമ്പോൾ അവിദ്യ, വെഷ്ടിയിൽ അവിദ്യ, സമഷ്ടിയിൽ മായ. വ്യക്തിക്ക് തോന്നുന്ന ഭ്രാന്തി അത് അവിദ്യയിലാണ്, അയാളുടെ ബോധം മറഞ്ഞു നിൽക്കുമ്പോഴാണ്. അത് മറ്റൊരാൾ നോക്കിയാൽ കാണുകയില്ല. മനസ്സിലായില്ല? എനിക്കൊരു സാധനം കാണാം, നിങ്ങളെ വിളിച്ച് കാണിച്ചിട്ട് കാണുന്നില്ല, അതെൻ്റെ ബോധം മറഞ്ഞു നിൽക്കിയാലാണ്. നിങ്ങളുടെ ബോധത്തിന് മറവില്ലാത്തത് കൊണ്ട് നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ ഞാനും നോക്കിയാൽ മുകളിലുള്ള നീലമേലാപ്പ് കാണാം. മനസ്സിലായില്ല? അപ്പോൾ അത് എല്ലാവരും മറഞ്ഞിരിക്കുക കൊണ്ടാണ്. അതുള്ളതല്ല, ഉള്ളതല്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, പക്ഷെ കാണുന്നുണ്ട്. അപ്പം സത്വപ്രധാനമായ മായ കൊണ്ടും തമപ്രധാനമായ അവിദ്യ കൊണ്ടും ആച്ഛാദിതമാണ് ഈ പരമേശ്വരൻ. അപ്പോൾ പ്രഭായുക്തമായ ആകാശം ആദ്യം, ഭവനഭിത്തിയും പുറമെ കറുത്ത കർട്ടനും കൊണ്ട് മറച്ചിരിക്കുന്നത് പോലെ ആകാശത്തെ അവിടെ ഒരു കറുത്ത കർട്ടനിട്ടാൽ പിന്നെ നമ്മൾ മറച്ചിട്ട് പറയും ആകാശം മറഞ്ഞു. മനസ്സിലായില്ല? അപ്പം അത് വെഷ്ടിയിൽ മറവുണ്ടായി കാണുന്ന ഈ ഭിത്തി കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുറിക്കുള്ളിലാണെന്ന് പറഞ്ഞു. നമ്മൾ കെട്ടുന്നതിന് മുമ്പ് ഇതിനകവും പുറവുമില്ല. മനസ്സിലായില്ല? ഇത് നമ്മൾ കെട്ടിയിട്ട് വേർതിരിച്ചിട്ട് പറയുകയാണ് അകത്താണ് പുറത്താണ്. അതുപോലെയുള്ള മറവ് ഭേദം. ഭക്തഭാവാനുസാരം മായാഭിത്തിഗതമായ ശിവാഭിന്ന ദിവ്യശക്തി ശിവാദ്യാകാരം ഉളവാക്കുന്നു. ആ മായാഭിത്തി കൊണ്ട് അതിൻ നിർണീതമായ ശിവനിൽ നിന്ന് അഭിന്നമായ ദിവ്യശക്തി ശിവ മുതലായ ആകാരം ഉളവാക്കുന്നു. ഇവിടെ താം തഥൈവ ഭജാമ്യഹം, ഈ ഗീതാവചനത്തിൻ്റെ രഹസ്യാർത്ഥവും ഇതുതന്നെ. അതിനെ തന്നെ ഭജിക്കുക. പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയതേ. ഇത് ശ്വേതാശ്വതര ഉപനിഷത്തിൽ ഉള്ളതാണ്. ആ ഉപനിഷത്ത് വചനവും കൊണ്ട് പരമേശ്വരൻ്റെ ഈശ്വേതര വചനം കൊണ്ട് പരമേശ്വരൻ്റെ പരാശക്തി സിദ്ധമാണ്. ഇപ്പം ശ്വേതാശ്വതര ഉപനിഷത്തിലെ ഈ വാക്കുകൊണ്ട് പരാസ്യ ശക്തിർ വിവിധൈവ സൂയതേ, ഈ ശ്വേതാശ്വതര പദം കൊണ്ട് പരമേശ്വരൻ്റെ പരാശക്തിയും സിദ്ധമാണ്.
അതുകൊണ്ട് ആ പരാശക്തിയെയാണ് മായ എന്ന് പറഞ്ഞിരിക്കുന്നത്. മായാം തു പ്രകൃതിം വിദ്യാത് ഇത്യാദി മന്ത്രങ്ങളെ കൊണ്ട് ശങ്കരഭഗവാന്റെ മായ പറയപ്പെട്ടു. അതുകൊണ്ട് മായയും സിദ്ധമായി. അവിദ്യായാമന്തരേ വർത്തമാനാഹ ഇത്യാദി വാക്യങ്ങൾ കൊണ്ട് മനുഷ്യനെ മൂഢനാക്കുന്ന അവിദ്യയുടെ സിദ്ധിയുമായി. മറ്റത് മായ, രണ്ടാമത്തത് അവിദ്യായാമന്തരേ വർത്തമാന സ്വയം ധീര പണ്ഡിതം മന്യമാന ദംദ്രമ്യമാന പര്യന്തി മൂഢ അന്ധേനൈവ നീയമാന യഥാന്ധ എന്ന് പഠിച്ചതാ. എന്ന് ഈശോ അല്ല എന്ന് എല്ലാം പറയേണ്ടി വരും. മുണ്ടകം ദംദ്രമ്യമാണ പര്യന്തി മൂഢ അന്ധേനൈവ നീയമാന യഥാന്ധ എന്ന് മുണ്ടകം. ജംഘന്യമാന പര്യന്തി മൂഢ അന്ധേനൈവ നീയമാന യഥാന്ധ എന്ന് വേറൊരു ഉപനിഷത്ത്. ഏതാ? അവിദ്യായാമന്തരേ വർത്തമാനാഹ സ്വയം ധീര പണ്ഡിതം മന്യമാനാഹ ജംഘന്യമാന പര്യന്തി മൂഢ അന്ധേനൈവ നീയമാന യഥാന്ധ. അതേതാ ഉപനിഷത്ത്? പഠിച്ചതാ ഇതെല്ലാം. ഈശോ അല്ല, കഠോപനിഷത്ത്. കഠം. ഇവിടെ ജംഘന്യമാന ദംദ്രമ്യമാണ രണ്ട് ഭേദങ്ങളേ ഉള്ളൂ, അർത്ഥമൊക്കെ ഒന്ന് തന്നെ. അതുകൊണ്ട് ഈ മാതിരി മന്ത്രങ്ങളെ കൊണ്ട് അവിദ്യയെയും പറഞ്ഞു. സൃഷ്ടികാലത്തിൽ ശക്തിയുടെ സ്പന്ദനമാണ്, മോക്ഷത്തിൽ ശിവശക്തിയുടെ സാമരസ്യവുമാണുള്ളത്. അത് തിരിച്ചറിയണം. സൃഷ്ടികാലത്തിൽ ശക്തിയുടെ സ്പന്ദനം കൊണ്ടാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് സൃഷ്ടിക്ക് ശക്തിയാണ് വേണ്ടത്. ലയത്തിന് ശിവനും. ശിവശക്തിയായുക്തമാണ് ജഗത്ത്. അതുകൊണ്ട് ശിവനെ കൂടുതൽ ഉപാസിച്ചാൽ മോക്ഷമാവും. ശക്തിയെ ഉപാസിച്ചാൽ ജഗത് ഭ്രമവുമാവും. കാരണം അവിദ്യാരൂപമാണ്, മായാരൂപമാണ്, ഭഗവാന്റെ ശബളിത രൂപമാണ്, അർദ്ധ നാരീശ്വര സങ്കല്പത്തിലെ സൃഷ്ടി രൂപമാണ്. അതും ഇവിടെ സ്തുതിയിൽ ചിന്തനീയമാണ്. അപ്പോൾ ശക്തിയുടെ സ്പന്ദനമാണ് സൃഷ്ടികാലത്തിൽ. ശക്തിയുടെ സ്പന്ദനം ശിവനിൽ ഉണ്ടാകുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. ശക്തിയുടെ സ്പന്ദനമില്ലെങ്കിൽ സംഹാരമാണ്, എല്ലാം തന്നിൽ ലയിപ്പിക്കുകയാണ്. സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ ശിവശക്തി ഐക്യം സംഭവിക്കണം. ശിവശക്തി ഐക്യം സംഭവിക്കണമെങ്കിൽ ശക്തി പഞ്ചേന്ദ്രിയങ്ങൾ അറുത്ത് ഹോമിക്കണം.